എന്റെ മക്കൾക്ക് ഒരു ത്രെട്ട് വന്നു, എന്റെ മകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഏത് ലെവലിലോട്ടും പോകും. അത് മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അതും സ്ത്രീകളാണ്, പെൺകുട്ടികളാണെങ്കിൽ അതും ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ രാത്രി 10-11 മണിക്കൂർത്തും വിളിച്ചാൽ ഞാൻ സംസാരിച്ചതൊക്കെ എന്റെ കണക്കൂടെ വളരെ മാന്യമായ ഭാഷയാണ്. നമുക്കറിയാം ഇവിടെ ഓരോരുത്തർക്കും ഉണ്ടായത്, നമ്മുടെ MLA പോലും ഉണ്ടായ ബുദ്ധിമുട്ട് നിങ്ങളെല്ലാം കണ്ടു കാണും ഓഡിയോയില്. രാത്രി കാലത്ത് വിളിച്ചു കഴിഞ്ഞാൽ അത് ആൺകുട്ടി വിളിച്ചിട്ട് പോലും ഏത് രീതിയിൽ പെരുമാറണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോ എന്റെ മകളെ ഏതോ ഒരുത്തൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഇതൊക്കെ നിങ്ങളൊക്കെ എഴുതുന്നത് കൈവയ്ക്കേണ്ട കേസുകളാണ്. പക്ഷെ നമ്മളൊന്നും അത് ശീലിച്ചിട്ടില്ല. നമ്മൾ നിയമം പാലിച്ചു പോകുന്ന ഒരു പൗരനാണ് ഇവിടുത്തെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നമ്മുടെ നാട്ടിൽ ക്രിമിനൽസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തവരുടെ പിന്നിൽ ആരാണ്? ഈ കുട്ടികൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ഇവർ സാധാരണ കുട്ടികളാണ്. ഇവരുടെ കയ്യിൽ പണം ഇരിക്കുന്നതുകൊണ്ട് ആരോ ഇടപെട്ടാണ് ഈ പ്രശ്നം ഇത്തരം വലുതാക്കിയത്. ഞങ്ങൾക്കിത് ഒന്നും വേണ്ട. ഞാനൊരു മീഡിയ മേഖലയിൽ നിന്ന് വന്നു, അതിനുശേഷം സിനിമയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്. ഇതിനകത്ത് കുറെ പേരുമായിട്ട് ആത്മബന്ധമുള്ളതാണ്. എനിക്ക് വേണ്ടി നിങ്ങളെ വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂ തന്നപ്പോഴാണ് ഞാൻ എവിടെയെങ്കിലും നിങ്ങളെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞു? നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ആരാ വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു, ഞാൻ നിങ്ങൾക്ക് ഏത് ചോദ്യത്തിന് ഏത് രാത്രി മറുപടി തരാം. ഇന്നലെയൊക്കെ ഞാൻ കിടക്കുന്ന 4 മണിക്കാണ് രാത്രി, ഇന്ന് വെളുപ്പിന്. കാരണം മകളുടെ പ്രശ്നം എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. നിങ്ങൾ അത് ആലോചിക്കണം. പക്ഷെ ഒരിടത്തും ഒളിച്ചോടാനോ മാറി നിൽക്കാനോ എത്ര ചോദ്യം ചോദിച്ചു ഞാൻ ഇവിടെ കാണും. ഇത്തരം തരാം.